ഗോയിറ്റർ. തൈറോക്സിൻ്റെ ഉൽപ്പാദനത്തിന് ആവശ്യമായ മൂലകം ഏതാ? ആവശ്യമായ മൂലകമാണ് അയഡിൻ. അയഡിൻ്റെ അഭാവത്തിൽ തൈറോക്സിൻ്റെ ഉൽപ്പാദനം തടസ്സപ്പെടുന്നു. ഈ സാഹചര്യത്തിൽ കൂടുതൽ തൈറോക്സിൻ ഉൽപ്പാദിപ്പിക്കാൻ ഒരു ശ്രമം എന്ന നിലയിൽ തൈറോയിഡ് ഗ്രന്ഥി അമിതമായിട്ട് വളരുന്നു. ഈ അവസ്ഥയാണ് എന്ത്? ഗോയിറ്റർ എന്ന് പറയുന്നത്. തൈറോക്സിൻ്റെ ഉൽപ്പാദനത്തിന് ആവശ്യമായ മൂലകമാണ് അയഡിൻ. അയഡിൻ്റെ അഭാവത്തിൽ തൈറോക്സിൻ്റെ ഉൽപ്പാദനം തടസ്സപ്പെടുന്നു. ഈ സാഹചര്യത്തിൽ കൂടുതൽ തൈറോക്സിൻ ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു ശ്രമം എന്ന നിലയിൽ തൈറോയിഡ് ഗ്രന്ഥി അമിതമായി വളരുന്നു. ഈ അവസ്ഥയാണ് ഗോയിറ്റർ എന്ന് പറയുന്നത്. സൂചകങ്ങൾ നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കുക. കാൽസ്യത്തിൻ്റെ അളവ് ക്രമീകരണം. നമ്മുടെ ശരീരത്തിലെ രക്തത്തിലെ കാൽസ്യത്തിൻ്റെ സാധാരണ അളവ് എത്രയാണ്? 9 മുതൽ 11 mg/100 ml ആണ്. 9 to 11 mg/100 ml. ഈ പോയിന്റ് ഇവിടെ നോട്ട് ചെയ്യണം. ഒരു പോയിന്റ് പഠിച്ചോണം. ഇനി രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് വർദ്ധിക്കുമ്പോൾ തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് എന്ത്? കാൽസിട്ടോണിൻ. രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് വർദ്ധിക്കുമ്പോൾ തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് എന്ത്? കാൽസിട്ടോണിൻ. ഇതെന്ത് ചെയ്യും? കാൽസിട്ടോണിൻ്റെ ഉത്തരവാദിത്വം എന്താ? രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവിനെ കുറയ്ക്കും. ഇനി രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് കുറഞ്ഞാൽ തൈറോയിഡ് ഗ്രന്ഥിയുടെ പിൻഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പാരാതൈറോയിഡ് ഗ്രന്ഥി പാരാതോർമോൺ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പം രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് 9 to 11 mg/100 ml ആണ്. രക്തത്തിൻ്റെ കാൽസ്യത്തിൻ്റെ അളവ് വർദ്ധിക്കുമ്പോൾ തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് കാൽസിട്ടോണിൻ. രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് കുറയ്ക്കുന്നു. ആര്? ഈ കാൽസിട്ടോണിൻ. രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് കുറഞ്ഞാൽ എന്നാ ചെയ്യും? തൈറോയിഡ് ഗ്രന്ഥിയുടെ പിൻഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പാരാതൈറോയിഡ് ഗ്രന്ഥി എന്ത് ചെയ്യും? അതാണ് ഈ കാണുന്നത്. പാരാതൈറോയിഡ് ഗ്രന്ഥി എന്ത് ചെയ്യും? പാരാതോർമോൺ എന്ന് പറഞ്ഞൊരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കും. ഇതെന്ത് ചെയ്യും? ഇത് രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കും. അപ്പോൾ രക്തത്തിൻ്റെ കാൽസ്യത്തിൻ്റെ അളവ് കുറയ്ക്കുന്നത് കാൽസിട്ടോണിനാണ്. അളവ് കൂട്ടാൻ സഹായിക്കുന്നത് പാരാതോർമോൺ. ഏതിൻ്റെ പുറകിലിരിക്കുന്ന? തൈറോയിഡ് ഗ്രന്ഥിയുടെ പിൻഭാഗത്തിരിക്കുന്ന പാരാതൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് പാരാതോർമോൺ. അപ്പോൾ ഇത്രയും പോയിന്റ് ഇവിടെ ഓർത്തിരിക്കുക. കാൽസ്യത്തിൻ്റെ അളവ് ഇമ്പോർട്ടൻ്റ്. തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ കാൽസ്യത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കാൻ കാൽസിട്ടോണിൻ. പിന്നെ കാൽസ്യം മനസ്സിലായല്ലോ അല്ലേ? ഇനി തൈറോയിഡ് ഗ്രന്ഥി കാൽസിട്ടോണിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഇത് നിങ്ങൾ ഇതൊന്ന് നോക്കി പഠിച്ചാൽ മതി കേട്ടോ. ഒന്ന് വായിച്ചാൽ മതിയേ. രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് ക്രമീകരിക്കുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇനി അടുത്ത പോയിന്റ് നോക്കിയേ. അടുത്ത പോയിന്റാണ് തൈമസ് ഗ്രന്ഥി. തൈമസ് ഗ്രന്ഥി എന്താ? മാറലിന് പിന്നിലായി നോക്കിയേ. മാറലിന് പിന്നിലായി സ്ഥിതി ചെയ്യുന്ന അന്തഃസ്രാവി ഗ്രന്ഥിയാണെന്ത്? ഈ കാണുന്നതാണ് എന്ത്? തൈമസ് ഗ്രന്ഥി. മാറലിന് പിന്നിലായി സ്ഥിതി ചെയ്യുന്ന അന്തഃസ്രാവി ഗ്രന്ഥിയാണ് തൈമസ്. ശൈശവ കാലഘട്ടത്തിൽ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഈ ഗ്രന്ഥി പ്രായപൂർത്തിയാകുമ്പോൾ എന്ത് ചെയ്യും? ചുരുങ്ങിപ്പോകും. ശൈശവ കാലഘട്ടത്തിൽ വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഈ ഗ്രന്ഥി എന്ത് ചെയ്യും? പ്രായമാകുമ്പോൾ ചുരുങ്ങി പോകും. ഈ തൈമസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഇമ്പോർട്ടൻ്റ് ആണ്. തൈമസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് തൈമോസിൻ. ദേ ഇവിടെ കൊടുത്തിട്ടുണ്ട് കണ്ടോ? തൈമോസിൻ. യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്നത് തൈമോസിനാണ്. യുവത്വ ഹോർമോൺ തൈമോസിനാണ്. പിന്നെ ശരീരത്തിലെ പ്രതിരോധ പ്രവർത്തനങ്ങളെ സഹായിക്കുന്ന T ലിംഫോസൈറ്റുകളുടെ പാകപ്പെടലിനെയും പ്രവർത്തനത്തിനെയും നിയന്ത്രിക്കുക എന്നതാണ് ഈ ഹോർമോണിൻ്റെ പ്രധാന ധർമ്മം. ഏത് ഹോർമോണിൻ്റെ? തൈമോസിൻ എന്ന ഹോർമോണിൻ്റെ പ്രധാന ഉത്തരവാദിത്വം എന്താ? ശരീരത്തിൽ രോഗപ്രതിരോധത്തെ സഹായിക്കുന്ന T ലിംഫോസൈറ്റുകളുടെ പാകപ്പെടലിനെയും പ്രവർത്തനത്തെയും നിയന്ത്രിക്കുക എന്നാണ് ഈ ഹോർമോണിൻ്റെ പ്രധാന ധർമ്മം. പിന്നെ അഡ്രീനൽ ഗ്രന്ഥി എന്ന് പറഞ്ഞാൽ എന്താ? അടിയന്തര ഘട്ടത്തിൽ ശരീരത്തെ പ്രവർത്തന സജ്ജമാക്കുന്ന ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് അഡ്രീനൽ ഗ്രന്ഥി.
അടിയന്തര ഘട്ടത്തിൽ ശരീരത്തെ പ്രവർത്തന സജ്ജമാക്കുന്ന ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് അഡ്രീനൽ ഗ്രന്ഥി എന്ന് പറയുന്നത്. അഡ്രീനൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ, അഡ്രീനൽ ഗ്രന്ഥിയാണ് ഈ കാണുന്നത്, കണ്ടോണേ, അഡ്രീനൽ ഗ്രന്ഥിയാണ് ഈ കാണുന്നത്. അഡ്രീനൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ എന്ന് പറയുന്നത് ഉൾഭാഗമായ മെഡുല ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ എപ്പിനെഫ്രിൻ, അഡ്രിനാലിനും നോർ അഡ്രിനാലിനും നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ എപ്പിനെഫ്രിനും എപ്പിനെഫ്രിനും ആണല്ലോ. അഡ്രീനൽ ഗ്രന്ഥിയുടെ ഉൾഭാഗം ഇത് കണ്ടോ, ഇവിടെയാണ്, ഇത് കണ്ടോ, ഉൾഭാഗമായ മെഡുല ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ എപ്പിനെഫ്രിനും നോർ എപ്പിനെഫ്രിനും അല്ലെങ്കിൽ അഡ്രിനാലിനും നോർ അഡ്രിനാലിനും. അടിയന്തര സാഹചര്യങ്ങളിൽ സിന്തറ്റിക് നാഡീവ്യവസ്ഥയോട് ചേർന്ന് പ്രവർത്തിക്കുന്നു. ഇതുവഴി ഏത് സാഹചര്യങ്ങളിൽ പോരാടാനോ പിന്തിരിഞ്ഞോടാനോ കഴിയുന്നു. എപ്പിനെഫ്രിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന ആര്? നോർ എപ്പിനെഫ്രിൻ. ഇനി ഇതിൻ്റെ വേറൊരു ഭാഗമാണ് എന്ത്? കോർട്ടക്സ്. പുറം ഭാഗമായ അഡ്രീനൽ ഗ്രന്ഥിയുടെ പുറം ഭാഗമായ കോർട്ടക്സ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഇമ്പോർട്ടൻ്റ് നോക്കിയേ. അപ്പം അഡ്രീനൽ ഗ്രന്ഥിയുടെ രണ്ട് ഭാഗം, ഉൾഭാഗമായ മെഡുല അഡ്രിനാലിൻ നോർ അഡ്രിനാലിൻ എന്ന ഹോർമോണിനെ ഉൽപ്പാദിപ്പിക്കുന്നു. അതിൻ്റെ പുറം ഭാഗമായ കോർട്ടക്സ് ഇത് കണ്ടോ, ഇതാണ് പുറം ഭാഗം, ഇതാണ് ഉൾഭാഗമായ മെഡുല, ഇതിൻ്റെ പുറത്തുള്ള ഭാഗമാണ് കോർട്ടക്സ്. അപ്പം അത് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ എന്താ? കോർട്ടിസോൾ, അൽഡോസ്റ്റിറോൺ, ലൈംഗിക ഹോർമോൺ. അപ്പം കോർട്ടിസോൾ എന്താ ഉത്തരവാദിത്തം? മാംസ്യം, കൊഴുപ്പ് എന്നിവയിൽ നിന്നുള്ള ഗ്ലൂക്കോസ് നിർമ്മാണം, പ്രതിരോധ കോശങ്ങളുടെ പ്രവർത്തനം മന്ദീഭവിപ്പിക്കൽ, ശരീരത്തിൽ വീക്കം, അലർജി എന്നിവ ഇല്ലാതാക്കൽ. ഓക്കെ, മാംസ്യം, കൊഴുപ്പ് എന്നിവയിൽ നിന്നുള്ള ഗ്ലൂക്കോസ് നിർമ്മാണം, പ്രതിരോധ കോശങ്ങളുടെ പ്രവർത്തനം മന്ദീഭവിപ്പിക്കൽ, ശരീരത്തിൽ വീക്കം, അലർജി എന്നിവ ഇല്ലാതാക്കൽ. ഇതാണ് ആരുടെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞത്? അഡ്രീനൽ ഗ്രന്ഥിയുടെ പുറം ഭാഗമായ കോർട്ടക്സ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണായ കോർട്ടിസോളിൻ്റെ ഉത്തരവാദിത്വം. ഓക്കെ, ഇനി അൽഡോസ്റ്റിറോൺ നോക്കിയേ. അൽഡോസ്റ്റിറോണിൻ്റെ ഉത്തരവാദിത്വം എന്താ? അതിൻ്റെ ഉത്തരവാദിത്വം വൃക്കയിൽ പ്രവർത്തിച്ച് ശരീരത്തിലെ ലവണ ജല സന്തുലിതാവസ്ഥ നിലനിർത്തുന്നു. വൃക്കയിൽ വെച്ച് പ്രവർത്തിച്ച് ശരീരത്തിലെ ലവണ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നു. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കുക, രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്ന അഡ്രീനൽ ഗ്രന്ഥിയിലെ ഹോർമോൺ, രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്ന ഏതാണ്? അൽഡോസ്റ്റിറോൺ ആണ്. പിന്നെ ലൈംഗിക ഹോർമോൺ ലൈംഗിക വളർച്ചയും ധർമ്മങ്ങളെയും നിയന്ത്രിക്കുന്നു. അപ്പം നോക്കിയേ, അഡ്രീനൽ ഗ്രന്ഥിയുടെ ഭാഗം ഉൾഭാഗമായ മെഡുലയും പുറം ഭാഗമായ കോർട്ടക്സും. ഉൾഭാഗമായ മെഡുലയിൽ ഉണ്ടാകുന്ന ഹോർമോണാണ് എപ്പിനെഫ്രിൻ, നോർ എപ്പിനെഫ്രിൻ, അല്ലെ അഡ്രിനാലിൻ, നോർ അഡ്രിനാലിൻ. പുറം ഭാഗമായ കോർട്ടക്സിൽ വരുന്നതാണ് കോർട്ടിസോള്, അൽഡോസ്റ്റിറോണ്, ലൈംഗിക ഹോർമോണുകൾ. മാംസം, കൊഴുപ്പ് എന്നിവ അതുമായി ബന്ധപ്പെട്ടതെല്ലാം കോർട്ടിസോള്. വൃക്കയിൽ പ്രവർത്തിച്ച് രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്നു, അത് ഇമ്പോർട്ടൻ്റ് ആണ്. സൂചകങ്ങൾ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിക്കോണം കേട്ടോ. ജസ്റ്റ് ഒന്ന് ഞാൻ പോസാക്കി തരാം. ഓക്കെ, ഇനി ജൈവഘടികാരം. താളാത്മകമായ ശരീരപ്രവർത്തനത്തിന് ഉദാഹരണമാണ് എന്ത്? ഉറങ്ങുക, ഉണരുക. ഇത്തരം പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് മസ്തിഷ്കത്തിൻ്റെ മധ്യഭാഗത്തായി കാണപ്പെടുന്ന പീനിയൽ ഗ്രന്ഥിയാണ്. ജൈവഘടികാരം എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഏത്? ജൈവഘടികാരം എന്നറിയപ്പെടുന്ന ഗ്രന്ഥി കണ്ടോ, പീനിയൽ ഗ്രന്ഥിയാണ്. താളാത്മകമായ അല്ല അപ്പോൾ ഉറക്കത്തെ ഉണരലും ഒക്കെ നിയന്ത്രിക്കുന്ന നമ്മുടെ ജീവിത കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ആരാണ്? പീനിയൽ ഗ്രന്ഥിയാണ്. ജൈവഘടികാരം എന്നറിയാം. മനുഷ്യ ശരീരത്തിലെ ജൈവഘടികാരം എന്നറിയപ്പെടുന്ന ആരാണ്? അത് ഏത് ഗ്രന്ഥിയാണ്? അത് പീനിയൽ ഗ്രന്ഥിയാണ്. ഇനി ദൈനംദിന പ്രവർത്തനങ്ങളുടെ താളക്രമങ്ങളെ പാലിക്കുന്നതിന് സഹായിക്കുന്ന ഹോർമോൺ. ദൈനംദിന പ്രവർത്തനങ്ങളുടെ താളക്രമം പാലിക്കുന്നതിന് സഹായിക്കുന്ന ഹോർമോണാണ് എന്ത്? അതാണ് മെലാട്ടോണിൻ.
മെലാട്ടോണിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ആരാ? മെലാട്ടോണിൻ ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് ഗ്രന്ഥിയാ? അത് പീനിയൽ ഗ്രന്ഥിയാണ്. മെലാട്ടോണിൻ ഉൽപ്പാദിപ്പിക്കുന്നത് പീനിയൽ ഗ്രന്ഥിയാണ്. ഇനി രാത്രി കാലങ്ങളിൽ പകൽ സമയത്തേക്കാൾ കൂടുതലാണ് എന്തിൻ്റെ ഉൽപ്പാദനം? മെലാട്ടോണിൻ്റെ ഉൽപ്പാദനം പകൽ സമയത്തേക്കാളും കൂടുതലാണ് രാത്രിയിൽ എന്തിൻ്റെ ഉൽപ്പാദനം? മെലാട്ടോണിൻ്റെ ഉൽപ്പാദനം. അപ്പോൾ ജൈവ ഘടികാരം എന്നറിയപ്പെടുന്ന പീനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് മെലാട്ടോണിൻ. പിന്നെ ജീവിതത്തിൻ്റെ താളക്രമം, ദൈനംദിന പ്രവർത്തനങ്ങളുടെ താളക്രമത്തെ നിയന്ത്രിക്കുന്നത് മെലാട്ടോണിനാണ്. ഇനി വളർച്ചയ്ക്ക് പിന്നിൽ എന്ന് പറഞ്ഞാൽ ഹോർമോൺ നിയന്ത്രണത്തിൽ നടക്കുന്ന പ്രവർത്തനമാണ് നമ്മുടെ ശരീര വളർച്ച എന്ന് പറയുന്നത്. വളർച്ചയ്ക്ക് പിന്നിലെ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏതാ? വളർച്ചയ്ക്ക് പിന്നിലെ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയിലോട്ട് നമുക്ക് വരാം. ആദ്യം നമുക്ക് ഇവിടെ നോക്കിയേ. വളർച്ചാഘട്ടത്തിൽ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്ന ഹോർമോൺ ഏതാ? അത് സൊമാറ്റോട്രോഫിനാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. വളർച്ചാഘട്ടത്തിൽ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്ന ഹോർമോണാണ് സൊമാറ്റോട്രോഫിൻ. ഈ സൊമാറ്റോട്രോഫിൻ്റെ ഉൽപ്പാദനം കൂടുവാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? സൊമാറ്റോട്രോഫിൻ്റെ ഉൽപ്പാദനം കൂടിയാൽ അത് ജെയ്ജാൻഡിസം ഉണ്ടാകും. ഫീമാകാരത്വം കുറഞ്ഞാലോ കുഞ്ഞ് കണ്ടോ, വാമനത്വം അല്ലെങ്കിൽ ഡ്വാർഫിസം. വളർച്ചയുടെ ഘട്ടത്തിൽ സൊമാറ്റോട്രോഫിൻ്റെ ഉൽപ്പാദനം കൂടിയാൽ അമിതമായ ശരീര വളർച്ച ഉണ്ടാകും. അതാണ് ഫീമാകാരത്വം അല്ലെങ്കിൽ ജെയ്ജാൻഡിസം. ഇനി ഇതേപോലെ കുറഞ്ഞു പോയാൽ അത് വാമനത്വം അല്ലെങ്കിൽ ഡ്വാർഫിസം എന്ന് പറയും. ഇനി വളർച്ചാഘട്ടത്തിന് ശേഷം ഇതിൻ്റെ ഉൽപ്പാദനം കൂടുകയാണെന്ന് വെച്ചു. സൊമാറ്റോട്രോഫിൻ്റെ ഉൽപ്പാദനം വളർച്ചാഘട്ടത്തിന് ശേഷം കൂടുകയാണെങ്കിൽ അവിടെ മുഖത്തെ താടിയൊക്കെ ഇങ്ങനെ നീണ്ടു വരിക എന്ന് പറഞ്ഞാൽ അസ്ഥികൾ വളരുകയാണ്. മുഖം, താടിയല്, വിരലുകൾ എന്നിവിടങ്ങളിലെ അസ്ഥികൾ വളരുന്ന സാഹചര്യം ഉണ്ടാകാം. അതാണ് അക്രോമെഗാലി എന്ന് പറയുന്നത്. അക്രോമെഗാലി വന്ന ആളാണ് ഇതേ ഇരിക്കുന്നത് കണ്ടോ. മുഖത്തിന് നീളം കൂടുതൽ വരികയാണ്. അടുത്ത പോയിട്ട് നോക്കാവേ. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയെക്കുറിച്ച് നമുക്ക് നോക്കാം. പിറ്റ്യൂട്ടറി ഗ്രന്ഥി. അപ്പോൾ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ ഫോട്ടോ എടുക്കാം, നോക്കണം കേട്ടോ. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ് ഈ കാണുന്നത്. ഇതാണ് പിറ്റ്യൂട്ടറി ഗ്രന്ഥി എന്ന് പറയുന്നത്. നോക്കിയോ, ഇതാണ്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാമേ. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം മറ്റ് അന്തസ്രാവികളുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്നതിന് വേണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ്. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം ഇതേണ്ടേ കണ്ടോ, ഇതാണ് മുൻതളം. അപ്പം പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം മറ്റ് അന്തസ്രാവി ഗ്രന്ഥികളുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്നതിന് വേണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ട്രോപ്പിക് ഹോർമോൺ. എന്നാണ്? ട്രോപ്പിക് ഹോർമോൺ. അപ്പം ട്രോപ്പിക് ഹോർമോണാണ് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം മറ്റ് അന്തസ്രാവി ഗ്രന്ഥികളുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്നതിന് വേണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ്. ഇവിടെ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പോയിന്റ് നോക്കിയേ. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ ഏതൊക്കെയാ? നമുക്ക് താഴെ ഒരു ചാർട്ട് ഉണ്ടെന്ന് നോക്കാം. ആ ചാർട്ട് കഴിഞ്ഞിട്ട് ബാക്കിയിലോട്ട് വരാവേ. നോക്കിയോ, പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ നോക്കുകയാണേ. തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ TSH. എന്താ ഇതിൻ്റെ ഉത്തരവാദിത്വം? മറ്റ് ഗ്രന്ഥികളുടെ നമ്മൾ പറഞ്ഞു അല്ലേ, അന്തസ്രാവി ഗ്രന്ഥികളുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഹോർമോണാണ് ഏതെന്ന് പറഞ്ഞു? ട്രോപ്പിക് ഹോർമോൺ എന്ന് പറഞ്ഞാൽ ആ ട്രോപ്പിക് ഹോർമോണിൽ ഉൾപ്പെടുന്നതാണ് ഈ പറയുന്നതല്ല കേട്ടോ. തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്നു TSH, തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. അഡ്രീനോ കോർട്ടിക്കോട്രോപ്പിക് ഹോർമോൺ ACTH അഡ്രീനൽ ഗ്രന്ഥിയുടെ കോർട്ടക്സിൻ്റെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്നു. അഡ്രീനൽ ഗ്രന്ഥിയുടെ കോർട്ടക്സ് അതിൻ്റെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്നു. ഗൊണാഡോട്രോപ്പിക് ഹോർമോൺ GTH പുരുഷന്മാരുടെ വൃഷണങ്ങളുടെ പ്രവർത്തനം, പിന്നെ സ്ത്രീകളുടെ അണ്ടാശയങ്ങളുടെ പ്രവർത്തനം എന്നിവയെ ഉത്തേജിപ്പിക്കുന്ന ഗൊണാഡോട്രോപ്പിക് ഹോർമോൺ. വളർച്ചാ ഹോർമോൺ ആയ സൊമാറ്റോട്രോഫിനെ ശരീര വളർച്ച ത്വരിതപ്പെടുത്തുന്നു. പ്രോലാക്റ്റിൻ
മുലപ്പാൽ ഉൽപ്പാദനം. അപ്പോൾ എൻ്റെ ഉത്തരവാദിത്തം ഇത്. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം മറ്റ് അന്തസ്രാവി ഗ്രന്ഥികളുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്നതിന് വേണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണിൽ പെടുന്നതാണ് ഇതൊക്കെ. TSH, ACTH, GTH, പിന്നെ സൊമാറ്റോട്രോഫിൻ, പ്രോലാക്റ്റിൻ. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ആ പടത്തിലോട്ട് തന്നെ വരാം. ഇവിടെ ആ പടം നോക്കിയേ. ഇനി പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ പിന്തളം, ഇമ്പോർട്ടൻ്റ് ആണ് ഈ പോയിന്റ്. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ പിന്തളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാ? പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ പിന്തളത്തിൽ നിന്ന് സ്രവിക്കുന്ന ഹോർമോൺ അതാണ് ഓക്സിറ്റോസിനും വാസോപ്രസിനും. അതാണ് ഓക്സിറ്റോസിനും വാസോപ്രസിനും. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇത് രണ്ടും ആരാ ഉൽപ്പാദിപ്പിക്കുന്നത്? ഓക്സിറ്റോസിൻ, വാസോപ്രസിൻ എന്നീ ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്ന ആരാണ്? ഹൈപ്പോതലാമസ് ആണ്. വാസോപ്രസിനെയും ഓക്സിറ്റോസിനെയും ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ആരാണ്? അത് ഞാൻ പറഞ്ഞതിന് ഓക്സിറ്റോസിന്, വാസോപ്രസിൻ എന്നീ ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്ന ആരാണ്? ഹൈപ്പോതലാമസ് ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഏത്? വാസോപ്രസിൻ പ്രീവിയസ് ഉണ്ട്. എന്നാ? വൃക്കയിൽ ജലത്തിൻ്റെ പുനരാഗീരണം സാധ്യമാകുന്നതിലൂടെ ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് ക്രമീകരിക്കുന്ന ഹോർമോൺ. അപ്പം നമ്മുടെ ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് ക്രമീകരിക്കുന്ന ഹോർമോൺ ആരാ? അത് വാസോപ്രസിനാണ്. ശരീരത്തിൻ്റെ ജലത്തിൻ്റെ അളവ് നിയന്ത്രിക്കുന്ന ഹോർമോൺ ആണ് ആര്? അത് വാസോപ്രസിനാണ്. ആ പോയിന്റ് അവിടെ ഓർത്തിരിക്കുക കേട്ടോ. ഇനി നമുക്ക് താഴോട്ട് നോക്കാം. ഇത്രയും കിട്ടിയല്ലോ അല്ലേ? ഇനി നമ്മൾ നോക്കുന്നത് നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. ഓക്സിറ്റോസിൻ്റെ ഉത്തരവാദിത്വം എന്താണെന്ന് നോക്കിയേ. ഗർഭാശയ ഭിത്തിയിലെ മിനുസപേശികളെ സങ്കോചിപ്പിച്ച് പ്രസവം സുഗമമാക്കുന്നു. ആര്? ഓക്സിറ്റോസിൻ. മുലപ്പാൽ ചുരത്താൻ സഹായിക്കുന്നു. ഓക്സിറ്റോസിൻ. വാസോപ്രസിൻ വൃക്കയിലെ ജലത്തിൻ്റെ പുനരാഗിരണത്തിന് സഹായിക്കുന്നു. ജലത്തിൻ്റെ അളവ് ക്രമീകരിക്കുന്നു. പിന്നെ ഈ ചാർട്ട് നിങ്ങളൊന്ന് നോക്കിക്കോ കേട്ടോ. എങ്ങനെയാണ് വാസോപ്രസിൻ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് ഈ കാണിക്കുന്നത്. ആ ചാർട്ട് നിങ്ങൾ PDF വേണമെങ്കിൽ ടെലഗ്രാമിൽ മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ. വേനൽക്കാലത്ത് വാസോപ്രസിൻ ഉണ്ടല്ലോ. പിന്നെ വാസോപ്രസിൻ്റെ ഉൽപ്പാദനം വേനൽക്കാലത്ത് കൂടുതലും മഴക്കാലത്ത് കുറവുമായിരിക്കും. വേനൽക്കാലത്ത് വാസോപ്രസിൻ്റെ ഉൽപ്പാദനം കൂടുതലും മഴക്കാലത്ത് കുറവുമായിരിക്കും. അതും കൂടെ ഇതിൻ്റെ കൂടെ ഓർത്ത് വെക്കുക. ഇനി ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് ഒരു ഡെഫിനിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതും കൂടെ നോക്കി. വാസോപ്രസിൻ്റെ ഉൽപ്പാദനം കുറയുമ്പോൾ വൃക്കയിൽ ജലത്തിൻ്റെ പുനരാഗീരണം കുറയുകയും കൂടിയ അളവിൽ മൂത്രം പുറന്തള്ളപ്പെടുകയും ചെയ്യുന്നു. വാസോപ്രസിൻ്റെ ഉൽപ്പാദനം കുറയുമ്പോൾ വൃക്കയിൽ ജലത്തിൻ്റെ പുനരാഗീരണം കുറയുകയും കൂടിയ അളവിൽ മൂത്രം പുറന്തള്ളപ്പെടുകയും ചെയ്യുന്നു. ഈ അവസ്ഥയാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. വാസോപ്രസിൻ്റെ ഉൽപ്പാദനം കുറയുമ്പോൾ വൃക്കയിൽ ജലത്തിൻ്റെ പുനരാഗീരണം കുറയുകയും കൂടുതൽ അളവിൽ മൂത്രം പുറന്തള്ളപ്പെടുകയും ചെയ്യുന്നു. അതാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്ന് പറയുന്നത്. കൂടിയ ദാഹം, കൂടെയുള്ള